പ്ലേയേഴ്സായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് വന്നാണ്ട് ഇതേപോലെ പറഞ്ഞു, ബോസ് നമുക്ക് ഒന്ന് ഉസ്മാൻ പറഞ്ഞു, ഒന്ന് വേറെ കുറച്ച് പ്ലേയേഴ്സൊക്കെ എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് പേര് മാറ്റേണ്ടി വരും, ഈ പേരിൽ കളിക്കാൻ ഇനി പറ്റൂല, ഈ പേര് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അത് ഈ സാധനം ഞാൻ റാംബോൻ്റെ അടുത്ത് പോയി കണ്ട് ആ സമയത്ത് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഒന്നാമത് വിളിക്കാൻ പാടില്ലായിരുന്നു, കാരണം ഓൻ നല്ല ട്രിഗറായി പൊട്ടി നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, റാംബോ അത് എന്താ കളിയാ, അത് ഇങ്ങനെ പറ്റ കൈവിട്ട് പോകുന്നുണ്ട്, ഒന്ന് വിളിച്ചിട്ട് ഇത് നിർത്താൻ പറ വരാതം. ഇത് നമ്മളിങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേര് മാറ്റേണ്ടി വരും, ഈ പേര് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം അത് എന്തോ ഓന് ഭയങ്കര ബാഡായി. അതാ അവൻ്റെ ഒരു മോശം ഒരു സംഭവം വന്നപ്പം ഞാനതിൽ പേര് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞതിൽ അവന് ബാഡായി. ഞങ്ങളുടെ ഇടയിലുള്ള ഒരു പേഴ്സണൽ കാര്യം ഇതേമാതിരി അവൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ ഇതേമാതിരി ചെറിയൊരു ഞങ്ങളതായ അതൊരിക്കലും പുറത്ത് പറയുന്ന അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് പേഴ്സണൽ സംഭവം എൻ്റെ അടുത്തിട്ട് അടിച്ച് ഈ ഒരു സംഭവം അത് എനിക്ക് ഭയങ്കര ബാഡായി എന്ന് പറഞ്ഞപ്പം ഇതേമാതിരി ഞങ്ങൾ രണ്ടാളും ഇതേമാതിരി ഉടക്കി ചെറുതായിട്ട്, അങ്ങനെ തന്നെ പറയാം. ഞാനും റാംബോവും ഒരു ചെറുതായിട്ട് ഞങ്ങൾ സംസാരത്തിൽ ഉടക്കി. ആ ഉടക്കിയപ്പം ഇതേപോലെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. ഒരു OC റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് എനിക്ക് എൻ്റെ ആ ഒരു സംഭവം നെഗായി വന്നപ്പം ഞാൻ അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്ത സമയത്ത് ഈ സാധനം ഇതിന് ശേഷം VCയിലൊക്കെ വിളിച്ചു വരുത്തി റാംബോ എല്ലാവരെയും വിളിച്ചിട്ട് ആ പേഴ്സണൽ കാര്യത്തിനെ പറ്റിയൊന്നും ഞാൻ പറയണില്ല. ഓനും ഇതെന്തായാലും പറയൂല, കാരണം ഞാൻ അതിനെ പറ്റിയിട്ടൊന്നല്ല, അത് ആരെ ഭാഗത്തും തെറ്റില്ല. ഞാൻ അത് ആസ് എ ഫ്രണ്ട് നമ്മളെ ഇടയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്, മനസ്സിലായത്. നമ്മളെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ഫ്രണ്ട്സായി നിൽക്കുന്ന സമയത്ത് നടക്കുന്നൊരു സംഭവമാണ്. ആ ഒരു സാധനം പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര ബാഡായി. ഞാനും ഓനും ഇതേമാതിരി ഉടക്കി. ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഓൻ വന്നുകാണ്ട് VCയിൽ വന്നുകാണ്ട് ഇതേപോലെ നിങ്ങൾക്കൊക്കെ പേര് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കളിച്ചോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങിത്തരാം, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. അത് എനിക്ക് അതിലേറെ ബാഡായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചപ്പം അത് പിന്നെയും വഷളായപ്പം ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് ഇനി ആവില്ല, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്, നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചത്. ലെഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ആദ്യം വിളിച്ചത് ഈഗിളിനാണ്. ഈഗിളിന് വിളിച്ചിട്ട് ഞാൻ ഇതേമാതിരി എനിക്ക് മൊത്തം ബാഡായി കൊണ്ട് നിൽക്കുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈഗിളിനെ വിളിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഈഗിളിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രവേഴ്സിൻ്റെ ഒക്കെ ഒരു ഭാഗം ഇപ്പോൾ അഥവാ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലത്തെ OC കാര്യങ്ങളുള്ള പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സായി നിൽക്കുന്ന ഒരു സംഭവത്തിൽ ഇപ്പം നടന്നുകൊണ്ട് നിന്ന അതേപോലത്തെ ഒരു ഇതിൻ്റെ ഭാഗമായി ഞാൻ മാറേണ്ടി വരുമോ എന്ന് ആലോചിച്ച് ഇപ്പത്തല്ല ഞാൻ പറയാം, ഇപ്പോഴത്തെ ഒരു സാധനം ആരെ കയ്യിലും ഒന്നും ഞാൻ ബാഡായിട്ട് ചെയ്തതൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഇതിൽ എനിക്ക് ഇനി സേഫ് അല്ല. ഞാൻ ഇതിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കെതിരെ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇതേമാതിരി തിരിയാം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എടുത്ത ഡിസിഷനാണ് ഇതിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണെന്നുള്ളത്. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പക്ഷേ ഇതിൽ നിന്ന് അപ്പോഴും റാംബോ അതിലൊരു സാധനം പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക, ഞാൻ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിത്തരാം, നീ ഇവരെ വെച്ചിട്ട് പുതിയൊരു ഗ്യാങ് ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കോ, ഇവരെ വെച്ച് കംപ്ലീറ്റ്ലി ഒരു ഗ്യാങ് ആയിട്ട് കൊണ്ടുപോയിക്കോ എന്നുള്ളത് റാംബോൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞുതരാം. അത് ഞാൻ ആരും എങ്ങനെ എടുത്താലും എനിക്കൊരു അണ്ടിയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അത് കംപ്ലീറ്റ്ലി നോക്കി നടത്തിയിരുന്നതും ഒക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ലീഡർ, ഫസ്റ്റ് വന്ന ലീഡർ തൊപ്പിയായിരുന്നു, രണ്ടാമത്തെ ലീഡർ ഷമീറായിരുന്നു, മൂന്നാമത്തെ ലീഡർ റാംബോ ആയിരുന്നു. ഇത്രയും OC ഇഷ്യൂസ് വന്ന് അതിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി പോയി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. കാരണം നമ്മളതിൻ്റെ മാക്സിമം 100 ഇട്ട് അത് എല്ലാ വാറാണെങ്കിലും ടർഫാണെങ്കിലും ഒക്കെ അത്രയും നമ്മൾ പ്രാക്ടീസും ചെയ്ത് എല്ലാം ഇട്ട് വന്നിട്ട് അതിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി പോയി എന്ന് തോന്നിയപ്പം എനിക്കതിന് പേഴ്സണലി താല്പര്യമല്ല. ഞാൻ അങ്ങനെ ഒരു റെപ്ലിക്ക അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പേര് മാത്രം മാറ്റി കളിക്കുന്നതിൽ എനിക്ക് താല്പര്യമല്ല. ഞാൻ എന്തായാലും ഇറങ്ങുകയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതാണ് എൻ്റെ തീരുമാനം ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ കൂടെ ഒരുത്തനെ പോലും ഞാൻ വിളിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അടുത്ത ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര്, 26 പേരെന്തോ 24 പേര് ഒറ്റ വട്ടം പോലും ശരിക്കും ഒരാൾക്കും അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടോ ഒരാളെടുത്ത് പോലും എൻ്റെ ഒപ്പം പോരോ എന്ന് ചോദിച്ചിട്ടോ ഞാൻ നിന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അല്ലാതെ തന്നെ 24 പേര് എന്താ പറയുക, MRC അല്ലാതെ ഷെയ്ഖിൻ്റെ കൂടെയാണ്. അഥവാ ഫെയിമും പൈസയും ഒന്നും അല്ല, MRCൻ്റെ ഓഡിയൻസോ ഇതൊന്നും അല്ല, ഞങ്ങൾ ഷെയ്ഖിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 24 പേര് വന്നു. ഞാനും മാക്കും മാലിക്കും ബ്ലെയ്ക്കും ബിലാലും
ഉസ്മാനും ഇസ്മായിലും 7 ആൾക്കാരായിരുന്നു ഞങ്ങളാകെ ഒരുമിച്ച് ഇറങ്ങിയാൽ. അഥവാ വിത്തൗട്ട് ഒരു റീസണും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി, ഓലിറങ്ങി, ഒരു കാര്യമില്ല. അഥവാ ഒന്നും പറയാതെ പോലും ഇറങ്ങിയത് ഈ 7 ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ ഈ മീറ്റിങ്ങിൽ ചെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വേറെ ആയിട്ട് പോവാണെന്ന് പറഞ്ഞപ്പം ഷെയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും പോരാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഞാൻ മാക്ക് മാലിക്, ബ്ലേക്ക്, കുറുപ്പ്, ദിഗോഡ്, ഫ്ലഫി, ജോഷുവ, വിപ്സി, നോക്കിയ, മിന്നൽ, ടർബോ. ടർബോ പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ വിസ്ഡം. ഇവന്മാർക്ക് കളിക്കാൻ പറ്റൂല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് കളിക്കാൻ പറ്റൂല എന്ന് അറിഞ്ഞിട്ടും ഇവന്മാർ ഷെയ്ക്ക് എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതാ. കളിക്കാൻ അറിയൂല എന്ന് അവന്മാർക്ക് അറിയാം. അഥവാ 18-ന്റെ താഴെയാണ്, എന്നിട്ട് പോലും മെസ്സേജ് അയച്ച് കണ്ട് ഷെയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ എൻ്റെ ഒപ്പം നിൽക്കണ്ട. അത് എനിക്കങ്ങനെ. പിന്നെ കിഡു, ചരൺ, ഇക്രു, ജെ, റെക്സ്, പപ്പടം, ഉസ്മാൻ, ഇസ്മായിൽ, ടക്കായി, സക്കായി, അലക്സ്, ബിലാൽ. ഇത്ര പ്ലേയേഴ്സാണ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത്. അതിലിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ബുള്ളില്ല ഗൈസ്, ബുള്ളില്ല, സിക്കന്മാരില്ല, വേറെ ഒരാളും ഇല്ല. എൻ്റെ അടുത്ത് പേരോ ഒന്നും ഒന്നും വരും വേണ്ട. ഒന്നിനും എനിക്ക് പറയാനില്ല, മനസ്സിലായ. ഇതിൽ ഇന്നെ വിളിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെ വിളിച്ച് ലിറ്ററലി കരഞ്ഞ് എന്ത് തീരുമാനം എടുക്കാൻ കഴിയാതെ ഞാൻ ഇതിന്ന് ബ്രേക്ക് എടുത്ത് ഇറങ്ങി പോവാണ്, ഞാൻ ഇനി വരൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ കേസ് ഏതെങ്കിലും കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചിവിടെ കയറുള്ളൂ എന്ന് പറഞ്ഞു പോയ 2 പ്ലേയേഴ്സ് പ്രണവും ചാർലിയാണ്. കാരണം ഓൾറെഡി അവിടെ പേര് അവിടെയാണ് ഓല് കൊടുത്തത്. പക്ഷേ അവിടുന്ന് മുമ്പിച്ചിട്ട് ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഷെയ്ക്കിൻ്റെ ഒപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൽക്കും പേടാവും എന്ന് പറഞ്ഞ് ഓല് ലിറ്ററലി ഈ കമ്മ്യൂണിറ്റി അഥവാ RP-ന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക് എടുത്ത് പോവാണ്, ഏതെങ്കിലും കാലത്ത് വരാം, എപ്പോഴേലും സമയത്ത് വരാമെന്ന് പറഞ്ഞ് അവർ പോയി. ചാർലിയും പ്രണവും പോയി.